അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണാൻ നമ്മള് പുതിയ ഐറ്റംസിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം നവീകരിച്ച കൂടാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മള് കൂട് മൊത്തത്തിൽ സെറ്റ് ആക്കി അല്ലേ മച്ചാനെ പറ ആദ്യമൊക്കെ പറയാം. അപ്പൊ നമ്മള് കൂട് മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മള് കൂട് സെറ്റാക്കി നമ്മള് പുതിയ പുതിയ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് മൊത്തം കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മള് കൂടിന് എണ്ണമെല്ലാം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ വൈബാക്കാൻ വേണ്ടി പോകണം. അപ്പൊ നമുക്കിത് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ പുതിയ കൂട് നമുക്ക് കാണാം അല്ലെ? നടന്നോ മൊത്തം നമുക്ക് ആദ്യം ഈ കൂടിനെ പരിചയപ്പെടാം. ഇപ്പൊ നമ്മളെ കാര്യം പറഞ്ഞ നമ്മളിപ്പം ഇതാണ് നമ്മുടെ കൂട്. ഈ കൂട്ടിലാണ് നമ്മൾ പുതിയ മേടിച്ച എന്തിട്ടേക്കുന്നത്, സിൽക്കുകളെ ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫാൻസി ഐറ്റംസ്. നമുക്ക് തുടക്കം പോലെ വളർത്തണം. ക്യാമറ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ സിൽക്കിയാണ്. ഇത് ന്യൂഡിൽ സിൽക്കി. ഇത് കേട്ടോ, ഇത് സിൽക്കി, അതായത് മുയൽ സിൽക്കി. ഇത് മുയൽ സിൽക്കിയാണ്, മാഗി സിൽക്കി. ഇത് കഴുത്തി പുറയില്ലാത്ത കഴുകൻ കോഴികൾ. ഇതും കഴുകൻ കോഴിയുടെ ആണും പെണ്ണും. ഇത് ഒരാണും 2 പെണ്ണുങ്ങളും. ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഈ അടുത്ത് നമ്മുടെ പറയുകയാണെങ്കിൽ നമുക്കുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രാവാണ്. നമ്മളുമായിട്ട് ഭയങ്കര ഇണങ്ങിയ ഒരു പ്രാവാണ് നമ്മുടെ അടുത്തുള്ളത്. അത് കൊള്ളാം, അന്യായ ചാട്ടക്കാരൻ അറുത ചാടി മൂളി കയറി പ്രാവ് കാണിക്കുന്നവർ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രാവ് എന്ന് പറയുന്നത്. ഈ പ്രാവിന്റെ അടിയിൽ നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞോറ പറയുന്നുണ്ട് കുഞ്ഞിനെ കാണിക്കുന്നില്ല. കുത്താവരുന്ന് കാണിച്ചു തരാം. ക്യാമറയ്ക്ക് കുത്തിപ്പൊട്ടിക്കുവോ? ആ കേട്ടോ, അതാണ് കൊത്താവരുത്. നമുക്ക് എന്നാലും കുഞ്ഞിനെ വീട് നമുക്ക് പിന്നെ കിട്ടാം. ഇപ്പുറത്തുള്ള പ്രാവിനെ നമ്മൾ വിറ്റിട്ടുണ്ട്. ഇപ്പുറത്തെ പ്രാവിനെ നമ്മൾ കൊടുത്തു. നമ്മളിവിടെ നമ്മളെന്താ പൈനാപ്പിൾ കുണൂറിന് ഇറക്കാൻ പോവാണ്. പൈനാപ്പിൾ കുണൂറിന് ഇറക്കി നമുക്ക് ഒഴിവാക്കാം. അവിടെ പൈനാപ്പിൾ കുണൂറ് സാധാ കുണൂർ നമുക്ക് വാങ്ങാം. അതെ, നമുക്ക് ഇനി വലിയ കൂടിന്റെ വ്യത്യാസങ്ങൾ കാണാം. പോകോ വലിയ കൂടുകൾ ഉണ്ടാക്കി വ്യത്യാസം കാണാം നമുക്ക്. കഠിനമായ മഴയെ കാരണം കളക്ടർ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കരാട്ട ഇല്ലായിരുന്നു. എന്താടാ കൈ പറയുന്നത്? പറയടാ. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണാനുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക്കുകളാണ്. എനിക്ക് നല്ല ചുമന്നിരിക്കുന്ന മീനാണ് കേട്ടോ. നമ്മള് ഇത്ര ദിവസം അറിഞ്ഞ തുളയുണ്ടായിരുന്നു. മഴവെള്ളം ഇങ്ങനെ ജസ്റ്റ് നിന്ന് ചാടി നിറഞ്ഞു പോയിട്ട് നമുക്ക് സംശയമുണ്ട്. നമുക്ക് ഇവിടെ നല്ല സംശയമുണ്ട്. നമ്മളിവിടെ മോളി ചീറ്റിട്ടുണ്ട് താൽക്കാലിക. ഇവിടെ നിറഞ്ഞായിരുന്നല്ലേ, നിറഞ്ഞ തുളുമ്പി. അതുകൊണ്ട് നമ്മളിവിടെ ചീറ്റിട്ടുണ്ട്. ഇനി വൈഡിടാം ക്യാമറ, എല്ലാ രസമില്ല. ഓക്കെ, ഇവിടെ ചീറ്റിട്ടുണ്ട്. ഇവിടെ ചീറ്റിട്ടോണ്ട് മീന് ഇത്രയും വെള്ളം നിറഞ്ഞ തുളുമ്പിയായിരുന്നു. മീനൊക്കെ അതേ കണ്ടോ, നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കോഴിക്കോട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതാ മോനെ, അതെ ഇവിടെ കണ്ടോ, ഇവിടെ ഇരുന്ന കോഴിക്കോട് മാറ്റി നമ്മള് കോഴിക്കൂടൊക്കെ ഒരു സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. നോക്കി കോഴിക്കൂടുകൾ ഇപ്പൊ എത്ര എണ്ണോ നോക്കി നിരന്നിരിക്കുന്നത്. ഇതാണ് നമ്മളെ പുതിയതായിട്ട് ഉണ്ടാക്കിയ കൂട്. ഏതാണ്? ഇതിന്റെ നമ്മള് മേൽക്കൂരൊക്കെ താത്തിയിട്ടുണ്ട്. ഭയങ്കര പൊക്കത്തില് ഇത്ര താത്തി ഇതാക്കിയിട്ടുണ്ട്. പുതിയ ഫുൾ വീഡിയോ നമ്മള് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടാണ് ഇത് കാണാൻ കേട്ടോ. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമ്മളിതേ പുതിയ ലവ് ബേർഡ്സിനെ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും നിരന്നിരിക്കുക കേട്ടോ. ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും നല്ല വീട്. ഈ വീട് ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ട് കൂട്ടില്. കൂടായിരുന്നു എന്തൊക്കെയാ പറയുന്നുണ്ടത്. നമുക്ക് ഈ ജാഗം ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം അല്ലെ? ജാഗം കാണാത്തവർക്ക് വേണ്ടി ജാഗം കാണിച്ചു കൊടുക്കാം. ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അതെ, എല്ലാം കസ്റ്റമൈസബിൾ ആട്ടോ. കസ്റ്റമൈസബിൾ ആണ് എല്ലാം. നമുക്ക് കൂടിനകത്തോട്ട് മൊബൈല് കയറ്റാം. ഇതാണ് കൂട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ, എല്ലാം നല്ല സെറ്റപ്പാണ്. നമ്മളെ തന്നെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയത്, എല്ലാം നമ്മള് തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ. എല്ലാം നമ്മള് തന്നെ ഉണ്ടാക്കിയല്ലോ മച്ചാനെ. പിന്നെ ഇത് നമ്മള് തന്നെ ഉണ്ടാക്കിയ കൂടാണ്. പിന്നെ നമ്മള് തന്നെ ഉണ്ടാക്കി കൂടുന്ന പറയുന്നത് കാലുകളില്ല. തൂക്കിയിട്ടേക്കുന്ന വീഡിയോ ഒക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടായിരുന്നു. കഷ്ടപ്പെട്ടാണ്, നല്ല മഴയത്ത് നമ്മള് കഷ്ടപ്പെട്ടാണ് ഇത് തൂക്കിയിട്ടത്. അതെ, ഇനി നമ്മൾ ഉണ്ടാക്കിയ കൂടുന്ന പറയും ഇതാണ്. നമ്മൾ മഴയായിട്ട് അതിനെ തുറന്നു വിടുന്നില്ല. ഇതിനകത്ത് നല്ല നാടൻ സാധനങ്ങളാണ്. അപ്പുറത്ത് ഈ പൂവൻകോഴി കൊത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഇനി ആ കൂടിലൊക്കെ കാണണം. വേണ്ട, ഈ കൂടിനെ കാണാൻ കൊള്ളയില്ല. ഇനി നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാല് വേറെ തരം നാടൻ കോഴികളാണ്. നല്ല മുട്ടയിടുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ്.
ഗിരിരാജൻ കോഴികളുടെ നല്ല ഇനം കോഴി. നല്ല ഇനം കോഴികളാണ്. ഇനം കോഴിയാണ്. ഉണ്ണി ഇനം അത് കോഴികള്. നമ്മുടെ ടർക്കിയാണ്. നമ്മുടെ ടർക്കി ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതിന്റെ കൂട്ടാളി മരിച്ചുപോയി. ടർക്കിയാണ്. ഇതിന് നമുക്കൊരു ജോഡി വാങ്ങേണ്ടതായിട്ടുണ്ട്. ജോലി വാങ്ങേണ്ടതായിട്ട് ഞങ്ങള് കടയിൽ പോയപ്പോ സാധനം കിട്ടിയില്ല. നല്ലൊരു സാധനം ഉണ്ടെങ്കിൽ ആരും സജസ്റ്റ് ചെയ്യാം. സജസ്റ്റ് ചെയ്യാം. അതിന് നമുക്കൊരു വെള്ള കളർ ടർക്കിനെ മേടിക്കാൻ ഉദ്ദേശിച്ചു. ഓ ശരിയല്ലേ, വെള്ളക്കാർ ടർക്കി ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടാവും. വെള്ള കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് ഇത് അടയ്ക്കണം ഉണ്ടായിട്ടുണ്ട്. അതെ ഇതിൽ വെച്ച് അടയ്ക്കേണ്ട. അതില് ശത്രുക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇവിടെ ഈ കൂടെ കുറെ അടുപ്പിച്ചാണ്, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പരിപാടിക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളാരും വീട്ടിൽ ചുമ്മാ ഇരിക്കാറില്ല. കുറച്ച് സമയം കിട്ടിയാൽ നമ്മള് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്ന് അതെ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കും. ഇതൊക്കെ വളർത്തി വലുതാക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം എന്ത് വളർത്തണം. നമ്മളത് പിടിച്ച് വളർത്തും. ഇത് നോക്കിയേ, മുറ്റമൊക്കെ നോക്കിയാൽ എല്ലാ അരാപ്പയും വാങ്ങാനുള്ള ഒരു ഇതിലാണ്. അരാപ്പയുമ്പോ എന്തായാലും നമ്മൾ ഇറക്കുന്നുണ്ട്. എത്ര കിലോടെ അലിഗേറ്റർ സോറി അലിഗേറ്റർ കാട് എത്ര കിലോടെ അത്? തീരുമാനിക്കാം. അതെ അതായത് കോഴിനൊക്കെ തിന്നുന്ന കൂട്ട ഐറ്റം. കോഴിനൊക്കെ തിന്നെ അത്രയും മുഴുപ്പുണ്ട്. കോഴിനെ ഇട്ട് കൊടുത്താൽ കോഴിനെ തിന്നുന്ന ഐറ്റം ആണ് അത്. നമ്മൾ എത്ര രൂപയ്ക്ക് മേടിക്കുന്ന പറഞ്ഞ നമ്മള്? ഇത് വില നമുക്ക് കണ്ടിട്ട് പറയാം. നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം, ഞങ്ങള് നിങ്ങൾക്ക് തരാം. നമ്മള് കാണാൻ ഒരു ഗീവ് ആയിട്ട് വേണമെങ്കിൽ പോയി നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കുന്നതിന് ഇവിടെ നമ്മൾ എന്തായാലും ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളം ഉണ്ടാക്കാൻ. അതെ കുളം നമ്മളവിടെ കുത്തും, വെളി കുത്താലോ. നമ്മള് നോക്കി നമ്മള് മേടിക്കും, അതാണ് നമ്മുടെ സ്വഭാവം. അറിയാലോ. തടി എന്നൊക്കെ പറയാം. ഇത് സാധനത്തിനൊരു നല്ല ടൈം വെയിറ്റ് ഉണ്ട് കേട്ടോ. പൊക്കിയെടുത്ത് മാറ്റണമെങ്കിലൊക്കെ 5-6 പേരൊക്കെ വേണം. ഇത്രയും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാതിരിക്കല. കുറച്ചും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയി. വേറൊരു കാര്യം പറഞ്ഞാൽ ലവ് ബേർഡ്സ് ആണെങ്കിൽ ഈ നെറ്റിന്റെ ഈ കോട്ടിങ് ഇങ്ങനെ കളയുന്നുണ്ട്, കടിച്ച് തിന്നുന്നുണ്ട് എന്തെങ്കിലും പറയണം കേട്ടോ. സജഷൻസ് വല്ലതും പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മൊത്തത്തിൽ ഒരു ഹെലികോപ്റ്റർ വ്യൂ കാണിച്ചു കൊടുക്കാം. ഹെലികോപ്റ്റർ വ്യൂ ഓഫ് അവർ കോഴിക്കോട്. ഇതാണ് ഹെലികോപ്റ്റർ വ്യൂ. ഒന്നുകൂടെ പറത്തിക്കാം. എന്റെ 2 കൈയുടെ നീളം ഒരേപോലെയുള്ള ഒരു കൂടാണ്. ഓ അങ്ങനെ സൈൻ ചെയ്താലേ അത്. എന്റെ ഒരു അളവിലാണ്. ഇതാണ് ഹെലികോപ്റ്റർ വ്യൂ കേട്ടോ. ഇത്രയും വലിയ സംരംഭമായിട്ടുണ്ട് നമ്മള്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ സംരംഭം നമ്മളാക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിച്ച് പൊട്ടിക്കാൻ പറ്റാൻ. ഓക്കെ, ഇനി